ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു കാലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ ഒരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ചെറിയൊരു കട്ടിങ്സ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചെടുത്താണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്ലവർ കിട്ടി, അതിൻ്റെ സന്തോഷത്തിനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മിക്ക ആൾക്കാരിൽ ഉണ്ട് ഇതിൻ്റെ തന്നെ പല വെറൈറ്റി കളേഴ്സും ഉണ്ടല്ലോ, റെഡ്, വൈറ്റ്, അങ്ങനെ പിങ്ക്, ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ കൂടുതലും ഇപ്പം എല്ലാവരുടെയും കയ്യിലുള്ളത് ഈ വെറൈറ്റിയാണ്, വയലറ്റ് കളർ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇപ്പം നാടനാകുമ്പോൾ പോകുകയല്ല ഒരിക്കലും. എന്നുവെച്ചാൽ ഇത് നമ്മുടെ കയ്യിലെപ്പോഴും ആയിക്കോളും. എന്നുവെച്ചാൽ കുറേ ഹെൽത്തിയൊക്കെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ കട്ടിങ്സൊക്കെ എടുത്ത് വെച്ച് പിടിപ്പിച്ചൊക്കെ എടുക്കാം നമുക്ക്. അങ്ങനെ കൂടുതലാക്കിയെടുക്കാം. നല്ല രസമാണ്, റോസാപ്പ് പോലെ കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇതിൻ്റെ മെറൂണും ഇതിൻ്റെ വൈറ്റും ഒക്കെ ആണെങ്കിൽ എന്നാ ഭംഗിയായിരിക്കും അല്ലേ. പക്ഷേ ഇത് നല്ല രസമാണ്, നല്ല കളറല്ലേ ഇത്, അടിപൊളിയല്ലേ. അപ്പം സിമ്പിളായിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല വെയിലാണ്, പക്ഷെ ഇപ്പോഴൊക്കെ ഭയങ്കര പാടാണ് ഇന്നൊക്കെ പിടിപ്പിച്ചൊക്കെ എടുക്കാൻ. എന്നാലും ഇത് നമ്മളതുപോലെ കെയർ ചെയ്തെടുത്ത്, ഇതിപ്പോൾ ഞാനൊരു ഷെയ്ഡിലൊക്കെ വെച്ചാണ് ഇത്ര ആക്കിയെടുത്തത്. ചെറിയൊരു ഇതുപോലത്തെ ഒരു ചെറിയൊരു കട്ടിങ് പീസ് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും എനിക്ക് ഫ്ലവർ കിട്ടി. ഞാൻ അതുപോലെ രാവിലെ വെട്ടെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ പോട്ടി മിക്സായിട്ട് ഞാൻ എടുത്തത് കൂടുതലും മണൽ, സാധാ മണ്ണ്, പിന്നെ ഉണക്ക ചാണകപ്പൊടി, ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ച് ഇതിനകത്ത് ആക്കിയതാണ് കേട്ടോ. ചെറിയൊരു ഗ്ലാസ്സിൽ പിടിപ്പിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് പോട്ട് ചെയ്ത് മാറ്റിയതാണ്. പക്ഷെ ഇതുണ്ടോ, ഇവിടെ ഇതുണ്ട് നല്ല മുട്ടുകൾ വരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ 2 മുട്ട ഉണ്ടെന്ന് തോന്നുന്നു. 2 മുട്ട അതേ വിരിയാൻ വേണ്ടി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അത് സന്തോഷമാണ്. അപ്പോൾ ഇത് കുറേ ദിവസം ഇങ്ങനെ നിൽക്കും കേട്ടോ. എനിക്ക് പെറ്റൂണിയ കൂടുതലും ഞാൻ ബോൾസത്തിൻ്റെ വെറൈറ്റീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനോട് ഇപ്പോൾ താല്പര്യം എന്നാന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് ഓർഡർ വരുന്നുണ്ട് ഇങ്ങനെ ഈ പ്ലാന്റ്സിൻ്റെ റെഡും. അങ്ങനെ 1 പെറ്റലിൻ്റെ നമ്മൾ നാടൻ വെറൈറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ മിക്കതും കുറേ തീർന്നു. ഇനി കുറച്ച് 2-3 പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇനി റെഡ് ഇരിപ്പുണ്ട് കേട്ടോ, റെഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണേലും നല്ല ഭംഗിയുണ്ട് അല്ലേ. ശരിക്കും ഇതിനെ നമ്മളൊന്ന് കെയർ ചെയ്യുവാണെങ്കിലോ, നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ഫ്ലവറായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പോട്ട് നിറഞ്ഞ് ഇങ്ങനെ നല്ല രീതിയിൽ ഇതുപോലെ റോസാപ്പൂ പോലെ കിടക്കുകയും ചെയ്യും. അപ്പം DAP ഒക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 19 ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, നല്ലതാണ്. അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നൊക്കെ ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, സെൻറ്ററിൽ ഒഴിക്കൽ. സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്, അത് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇരട്ടി വെള്ളത്തിൽ വേണം അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ, അപ്പോൾ പൂക്കളുണ്ടാകും. DAP അല്ലേ 2-3 സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താൽ 2-3 തരി ഇട്ട് കൊടുത്താൽ മതി. കലക്കി വേണേൽ ഒഴിച്ചു കൊടുക്കാം, അത് തരി ഇട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വന്ന് നമ്മൾ ഷെയ്ഡ് അത്യാവശ്യം ഉണ്ടല്ലോ. ഇതിന് വെയിലും വേണം കേട്ടോ. പ്ലാന്റ് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് രാവിലെ വൈകിട്ടും കൊടുക്കുക, എന്നിട്ട് നല്ലതായിട്ട് വെയിലും വേണം. ഓവർ വെയിൽ വേണ്ട, അന്നേരം ഒരു 2-3 മണിക്കൂർ നല്ലതായിട്ട് വെയിൽ കിട്ടുന്നതും നല്ലതാണ്. പൂവിന് നല്ല കളർ കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. 1-2 ഇതിങ്ങനെ ഇപ്പോൾ പകൽ ഇതുപോലെ നിൽക്കും, വൈകിട്ടാകുമ്പോഴത്തേന് ഇതിങ്ങനെ ഇങ്ങനെ ചുങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞ് വരും. ഇങ്ങനെയാണ് ഈ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് ഫ്ലവർ. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓർത്ത് ഇത് ഒന്ന് വിരിഞ്ഞ് നമ്മൾ സാധാരണ ബോൾസം പോലെ കുറേ ദിവസമൊക്കെ നിന്നിട്ട് അങ്ങ് പോകുമായിരിക്കും. പക്ഷേ ഇതങ്ങനെ വൈകിട്ട് അങ്ങനെ ചുങ്ങുന്നുണ്ട് കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചത്. അപ്പം നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ. ഇപ്പം ഞാൻ ഓർക്കണം ഇതിൻ്റെ എവിടെയെങ്കിലും മെറൂൺ കിട്ടുമോ ഞാനിങ്ങനെ തപ്പി നടക്കും കേട്ടോ. വൈറ്റും അങ്ങനെ പല വെറൈറ്റി കളറുണ്ടല്ലോ, റെഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഒരു ശകലം കിട്ടിയാൽ മതി, പിന്നെ ഞാൻ കുറേ ആക്കിയെടുക്കും. പിന്നെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തൈകൾ പിടിപ്പിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ഇനി കുറേ ആക്കണം. എനിക്ക് കുറേ ചട്ടികളിൽ കുറേ ആക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇതിൻ്റെ തൈ ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് ഇങ്ങനെ സെയിലൊക്കെ ചെയ്യും. നല്ല ഭംഗിയല്ലേ. അപ്പോൾ എനിക്ക് എന്നാണല്ലോ ഇത് ഇങ്ങനെ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ചെറിയതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നിൽക്കണം കേട്ടോ, ഫ്രഷായിട്ട് ഇലയൊക്കെ നല്ല രീതിയിലൊരു കേടൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ മാത്രം മതി. നല്ല ഫ്രഷായിട്ട് പൂക്കളും കിട്ടും. എപ്പോഴും ഇതിനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ നിലത്താണ് വെച്ചേക്കുന്നത്. ഇത് ഹാങ് ആയിട്ട് വന്നില്ല, ഇനി കുറേ കഴിയുമ്പോൾ ഇത് ഹാങ് ആക്കി വന്നോളും. താഴേക്ക് വന്ന് കുറേ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ നേരെ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ
ഇടയ്ക്ക് ഈ പെസ്റ്റിസൈഡ് അങ്ങനെയൊക്കെയുള്ള ചില ഫംഗൽ ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് നമുക്ക് ഒരു 10 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പുഴുക്കളോ ഇങ്ങനെ വെള്ളീച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ വെയിലുകളുണ്ട്, ഇപ്പോൾ രാവിലെയൊക്കെ സ്പ്രേ ചെയ്ത വേലക്കൊക്കെ ഒരു ക്ഷീണം വരും. എന്നിട്ട് ഇപ്പം പരമാവധി ഷെയ്ഡി വെക്കും. അതുപോലത്തെ വെയിലല്ലേ, അപ്പം ഒരു ഗ്രീൻ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് തൽക്കാലം അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിലുള്ള വെച്ചാൽ മതി. ഷെയ്ഡ് രാവിലെ കിട്ടുന്ന രീതി. അത് കഴിയുമ്പോൾ ഒരു ഗ്രീൻ നെറ്റിൻ്റെ അടിയിലേക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അങ്ങനെ വെച്ചാൽ മതി. അന്നേരം ഇതുപോലെ നല്ലതായിട്ട് നിന്നോളൂ. നല്ല ഉണ്ടല്ലോ, ഒത്തിരി വെയിലടിച്ച് കഴിയുമ്പോൾ ഇലയെല്ലാം വാടി ഒരുമാതിരിയായി പോകും. ഇതുപോലെ ഫ്രഷായിട്ട് നിൽക്കണം. കണ്ടോ മണ്ണ് നോക്കിയേ, ഒത്തിരി ഓവർ വെള്ളവും ഇല്ല, എന്നാൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ രാവിലെ അത്യാവശ്യം ഇതിന് കൊടുത്തിട്ടുണ്ട് വെള്ളം. ഇനി വൈകുന്നേരം വേണം നമുക്ക് ഒഴിക്കാം, ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ വെയിലത്തായിരിക്കുന്നെങ്കിൽ നമ്മൾ വൈകിട്ടും ഒഴിച്ചു കൊടുത്തിരിക്കണം. ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.